ചേച്ചി പറ, എങ്ങനെ അറിയാം മനുവേട്ടനെ? അച്ചു, അതു പിന്നെ ആദ്യമൊന്നും മടിച്ചെങ്കിലും അച്ചുവിനോട് കാര്യം പറഞ്ഞു. അത് കേട്ടതും അവൾ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അപ്പോ അന്ന് ചേച്ചിയാണല്ലേ ഏട്ടനുമായിട്ട് വഴക്കുണ്ടാക്കിയത്? അതും പറഞ്ഞ് അവൾ വീണ്ടും ചിരിച്ചു. ചേച്ചിക്ക് അറിയോ, അന്ന് ചേച്ചിയായിട്ട് വഴക്കുണ്ടായ ദിവസം അമ്പലത്തിൽ നിന്ന് വന്ന ഏട്ടൻ ആദ്യം എന്തൊക്കെയോ പിറുപിറുത്ത് നടക്കുമായിരുന്നു. അത് കണ്ടിട്ട് അച്ഛനും ഞാനും കൂടി കാര്യം തിരക്കിയപ്പോഴാ ഏട്ടനത് പറഞ്ഞത്. കേട്ടപ്പോ എനിക്ക് ചിരി നിർത്താനായതേ ഇല്ലായിരുന്നു. എന്നിട്ട് എന്നിട്ട് എന്താ ഉണ്ടായത്? ഞാൻ ആകാംക്ഷയോടെ അച്ഛനോട് ചോദിച്ചു. എന്നിട്ടൊന്നുമില്ല. ഏട്ടൻ ചേച്ചി കുറെ ചീത്ത പറഞ്ഞു. ചേച്ചിയെ കണ്ട വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അച്ചു പറഞ്ഞത് കേട്ടപ്പോ എന്റെ നല്ല ജീവൻ അങ്ങ് പോയി. ഇനി അബദ്ധത്തിലെങ്ങാനും അങ്ങയുടെ മുന്നിൽ ചെന്ന് പെട്ടാ എന്റെ ദേവി, ഓർക്കാൻ കൂടി വയ്യ. ഏട്ടന് വട്ട ചേച്ചി, ദേഷ്യം വന്ന കണ്ണ് കാണില്ല. വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങോട്ടൊന്നും പറഞ്ഞ് സമ്മതിക്കൂല്ല. ആദ്യമായിട്ടാ ഒരാൾ ഏട്ടനെ എതിർത്ത് സംസാരിക്കുന്നേ. ചില നേരത്ത് ഏട്ടന്റെ വർത്താനം കേട്ടാ ആർക്കായാലും ദേഷ്യം വരും. അച്ചു, ഇനി നിന്റെ ചേട്ടൻ പറഞ്ഞതുപോലെ കാണും ചെയ്യോ? അന്ന് പെട്ടെന്നുള്ള ദേഷ്യത്തില് അങ്ങനെയൊക്കെ പറഞ്ഞേ ഉള്ളൂ. ചേച്ചി പേടിക്കണ്ട, ഏട്ടനൊന്നും ചെയ്യില്ല. ഞാനല്ലേ കൂടെ, പിന്നെന്തിനാ പേടിക്കുന്നേ? അച്ചു അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും എനിക്കുള്ളിൽ നല്ല പേടിയുണ്ടായിരുന്നു. എങ്ങാനും ഒറ്റയ്ക്ക് കടുവയുടെ മുമ്പിലെങ്ങാനും ചെന്ന് പെട്ട പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് അങ്ങയുടെ മുന്നിൽ ചെന്ന് പെടാതെ നോക്കി ഞാൻ. വീട്ടിലെ അവസ്ഥ ദിനം ചെല്ലുന്തോറും നല്ല മാറ്റം ഉണ്ടായിരുന്നു. ഓരോ ദിവസം കഴിയുന്തോറും അമ്മയ്ക്കുള്ള ദേഷ്യം കൂടുന്നതല്ലാതെ കുറയുന്നേ ഇല്ല. എപ്പോഴും ഓരോ കുത്തുവാക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും പറയും. പിന്നെ പിന്നെ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കുന്ന ഞാൻ അങ്ങ് വേണ്ടെന്ന് വെച്ചു. അപ്പു വന്ന് വിളിച്ചാലും എന്തെങ്കിലും പറഞ്ഞ് ഒഴിഞ്ഞു മാറുമായിരുന്നു. ഭക്ഷണവും മരുന്നും കഴിച്ച് അമ്മ നല്ല ഉറക്ക. ഞാനും അച്ചു ഒപ്പം ഇരുന്ന ഇപ്പൊ ഭക്ഷണം കഴിക്കാറ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അച്ചു മുറിയിലേക്ക് പോയി. പ്രതാപ സാർ സ്ഥലത്തുമില്ല. എന്തോ കേസിന്റെ കാര്യത്തിന് പോയതാ. കടുവയും വീട്ടിലില്ല. അമ്മ നല്ല ഉറക്കാണ്. കുറച്ചു നേരം പുറത്ത് നിൽക്കാം എന്ന് കരുതി ഞാൻ ബാൽക്കണിയിലേക്ക് നടന്നു. അവിടെ നിൽക്കുമ്പോ വല്ലാത്തൊരു ഫീലാണ്. ഡീ, ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോ ദേ നിൽക്കുന്നു ആ കടുവ. എന്റെ ദേവി, ഇങ്ങനെ പുറത്തു പോയതാണല്ലോ. ഇതെപ്പോ തിരിച്ചു വന്നു? ഇന്നത്തോടെ എന്റെ കാലത്ത് തീരുമാനാവും. നിനക്കെന്താ ഇവിടെ കാര്യം? അത് പിന്നെ ഞാൻ അമ്മ അങ്ങനെ കണ്ടതും എന്റെ ധൈര്യം എല്ലാം പോയി. അന്ന് അമ്പലത്തിൽ വെച്ച് ഭയങ്കര നാക്കായിരുന്നല്ലോ. പുലിയെ പോലെ നിന്ന് ചീറുമായിരുന്നല്ലോ. ഇപ്പൊ എന്താ പൂച്ചയെ പോലെ നിൽക്കുന്നേ? നിന്റെ നാക്കിറങ്ങി പോയോ? നിന്നെ വെറുതെ വിടരുതെന്ന് അന്നേ ഞാൻ തീരുമാനിച്ചതാ. പിന്നെ പെണ്ണല്ലേ പോട്ടേന്ന് വെച്ചിട്ടാ, ഇല്ലേ കാണായിരുന്നു. ഏട്ടൻ എന്തിനാ പാവത്തെ ഇങ്ങനെ പേടിപ്പിക്കുന്നേ? അതും പറഞ്ഞ് അച്ചു അങ്ങോട്ടേക്ക് വന്നു. ചേച്ചി പാവല്ലേ ഏട്ടാ. മനോട്ടൻ എന്തിനാ വെറുതെ ചേച്ചിയുടെ മെക്കിട്ട് കയറുന്നേ? ഏട്ടനല്ലേ നോക്കാതെ ചേച്ചിയെ മറിച്ചിട്ടെ. അത് പോരെ തന്നെ ചേച്ചി വഴക്കും പറഞ്ഞു. അത് കഴിഞ്ഞില്ലേ, പിന്നെ അതും പറഞ്ഞ് വീണ്ടും ചേച്ചി വഴക്ക് പറയുവാ. ചേച്ചി പാവോ ഏട്ടാ. അച്ചു, നീ ഇതിൽ ഇടപെടണ്ട. പിന്നെ നീ പറഞ്ഞതുപോലെ അവൾ അത്രയ്ക്ക് പാവൊന്നുമല്ല. ഇവിടെ വെറുതെ വിട്ടാ ശരിയാവില്ല. ഇവക്ക് ഒരു എല്ല് കൂടുതലാ. ഈ പറഞ്ഞ ഏട്ടൻ അത്രയ്ക്കും മോശമൊന്നും അല്ലല്ലോ. ചേച്ചിക്ക് ഒരെല്ലാണെങ്കിൽ ഏട്ടന് 2 എല്ല് കൂടുതലാ. ചേച്ചിയെ വെറുതെ വിട്ടേ കേട്ടാ. അവക്ക് സ്വന്തം കൂടെപ്പിറപ്പിനോടല്ല, കണ്ടവളന്മാരുടെ കൂറ്. അച്ചു, നീ നിന്റെ കാര്യം നോക്കി പോന്നോക്ക്. ഇല്ലെങ്കിൽ ഇനി നീ എന്റെ കൈ നിന്ന് മേടിക്കും. സാർ സോറി. ഞാനെന്ന് അപ്പോഴത്തെ ദേഷ്യത്തില് അറിയാതെ എന്തൊക്കെയോ പറഞ്ഞു പോയതാ. സോറി. ഇനിയൊരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതിന്റെ പേരില് നിങ്ങൾ വഴക്കുണ്ടാക്കണ്ട. അതും പറഞ്ഞ് ഞാൻ അകത്തേക്ക് പോയി. പിന്നീട് ആരവ് സാറിന്റെ മുമ്പിൽ ചെന്ന് പെടാതെ നോക്കും. അങ്ങനെയുള്ള ഭാഗത്തേക്കൊന്നും നോക്ക് പോലുമില്ല. എന്തിനാ വെറുതെ ട്രെയിനിന്റെ അടിയിൽ തലവെക്കുന്നേ? മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറഞ്ഞതുപോലെ അർണവ് മനു പ്രതാപ് മഹിതയുടെ ആരോഗ്യത്തിന് ഹാനികരം എന്നാണ് അച്ചു പറഞ്ഞത് കേൾക്കാൻ എപ്പോഴും. ഇപ്പൊ വസുന്ധരാമയ്ക്ക് കുഴപ്പമൊന്നുമില്ല. വാക്കിംഗ് സ്റ്റിക്കിന്റെ സഹായം ഇല്ലാതെ നടക്കാൻ തുടങ്ങി. കുറച്ചുനാൾ കൊണ്ട് നല്ല ഇമ്പ്രൂവ്മെന്റ് എന്ന് ഡോക്ടർ പറഞ്ഞു. ഇപ്പോൾ ഉള്ളതുപോലെ മൈൻഡ് എപ്പോഴും സന്തോഷത്തോടെ വെക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ചെമ്പകശ്ശേരി തറവാടിൽ നിന്ന് പോവാനേ തോന്നാറില്ല. അമ്മയായി വസുന്ധരാമയും നല്ലൊരു അനിയത്തിയായി അച്ചുവൊക്കെ ഉള്ളപ്പോ എനിക്കിത് സ്വർഗം പോലെയാണ്. എങ്കിലും വീട്ടിലെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഉള്ളിലെവിടെ ഒരു നീറ്റല്.
ഇപ്പം അങ്ങനെ ആരവ് സാറിനെ കാണാറില്ല. എന്നാ ഇടയ്ക്ക് കണ്ടാലും ഒന്നും മിണ്ടാതങ്ങ് പോവും. മുഖത്തെപ്പോഴും ഗൗരവം തന്നെയാണ്. എന്നാ പിന്നീട് എപ്പോഴോ അതിന് മാറ്റം ഉണ്ടാവാൻ തുടങ്ങി. കാണുമ്പോൾ ചെറുതായൊരു ചിരി കാണാം. മുഖത്ത് നേരത്തെ പോലുള്ള ദേഷ്യമൊന്നുമില്ല. മോളെ മഹി, മൂക്കിന് എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? അമ്മ അങ്ങനെ ചോദിച്ചപ്പോ ഇല്ലെന്ന് പറഞ്ഞു. എന്താ അമ്മ കാര്യം? മോളെ, അത് ഇന്ന് എല്ലാവരും കൂടി തറവാട് ക്ഷേത്രം വരെ പോവാന്ന് കരുതി. കുറേയായി അങ്ങോട്ടേക്ക് പോയിട്ട്. മോളും കൂടെ ഉണ്ടെങ്കിൽ അതാ ഞാൻ ചോദിച്ചേ. ആദ്യം ഒന്ന് എതിർത്തെങ്കിലും അമ്മ നിർബന്ധിച്ചപ്പോ വരാന്ന് സമ്മതിച്ചു. വഹി, ദാ ഇന്ന മോള് ഫ്രഷ് ആയിട്ട് വാ. ദേ ഈ സാരി ഉടുത്തിട്ട് വാ. അതും പറഞ്ഞ് അമ്മ എൻ്റെ നേരെ ഒരു സാരി വെച്ച് നീട്ടി. ഞാൻ അതും വാങ്ങി റെഡിയായി വന്നു. സാരി ഉടുത്തു വന്നതും ചെന്നു പെട്ടത് കടുവയുടെ മുന്നില്. എന്നാവേശത്തി കണ്ടപ്പോ എന്നെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടു. ഞാനത് കാര്യമാക്കാതെ അമ്മയ്ക്കരികിലേക്ക് പോയി. ഒരുപാട് നേരത്തെ യാത്രയ്ക്കൊടുവില് ഞങ്ങൾ ക്ഷേത്രത്തിലെത്തി. ഇവിടേക്കധികം ആരും വരാറില്ല. കണ്ടപ്പോ തന്നെ എനിക്കത് മനസ്സിലായി. ചേച്ചി നന്നായി പ്രാർത്ഥിച്ചോ. വിളിച്ച വിളി കേൾക്കുന്ന ദേവിയാ വരപ്രസാദിനി. നന്നായി മനമുരുകി പ്രാർത്ഥിച്ചോ. അച്യുത് പറഞ്ഞപ്പോ മനസ്സിൽ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, എന്റെ അച്ഛനെയും അമ്മയും കണ്ടെത്തണം. കണ്ണടത്ത് നിന്ന് നന്നായി പ്രാർത്ഥിച്ചു. ആഹാ, പ്രതാപ് സാറിന്റെ മോന്റെ കല്യാണം കഴിഞ്ഞോ? ഞങ്ങൾ ആരെയും അറിയിച്ചില്ലല്ലോ. എന്തായാലും കുട്ടികൾ തമ്മിൽ നല്ല ചേർച്ചയാ. ഇനിയും ഒത്തിരി കാലം രണ്ടാളും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കട്ടെ. അതും പറഞ്ഞ് തിരുമേനി എന്റെയും ആ കടുവയുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ഞാൻ പതിയെ ആ മുഖത്തേക്ക് നോക്കി. ആ കണ്ണുകൾ എന്നിൽ തന്നെ തറച്ചു നിൽക്കുന്നത് കണ്ട് ഞാൻ നോട്ടം പിൻവലിച്ചു. എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ചപ്പോ സമയം ഏറെ വൈകിയിരുന്നു. ഇന്നിനി വീട്ടിൽ പോണു മോളെ. നേരെ ഒത്തിരി ആയില്ലേ. നാളെ രാവിലെ പോയാ പോരെ? ശരിയാ ചേച്ചി, നാളെ പോയാ പോരെ. എനിക്ക് ചേച്ചിയോട് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അമ്മ പറഞ്ഞതിനെ അച്ചു അനുകൂലിച്ചു. എന്നാ വീട്ടിലെ കാര്യം അറിയാവുന്നതുകൊണ്ട് ഇന്ന് അങ്ങോട്ടേക്ക് ചെന്നില്ലെങ്കിൽ ചിലപ്പോ ഇനി ഒരിക്കലും അങ്ങോട്ടേക്ക് കയറാൻ പറ്റിയില്ലെങ്കിലോ? അത് സാരമില്ലമ്മേ. വീട്ടിലെ അമ്മയാനും ഒറ്റയ്ക്കാ. അവരെന്നെയും കാത്തിരിക്കുന്നുണ്ടാവും. ഞാൻ ചെല്ലാതെ അപ്പു ഉറങ്ങില്ല. അതുകൊണ്ട് സാരമില്ല. എന്നെ ആ ബസ് സ്റ്റോപ്പിൽ ഇറക്കിയാൽ മതി, ഞാൻ പൊക്കോളാം. എന്നാ ശരി, മോള് ബസ്സിന് പോണ്ട. കാലം വളരെ മോശാ. മനു, നീ ഞങ്ങളെ വീട്ടിലിറക്കിയിട്ട് മോളൊന്ന് കൊണ്ടുവിട്ടിട്ട് വാ. അത് പറഞ്ഞപ്പോ ആ മുഖത്തൊരു ചിരി വിരിയുന്നുണ്ടായിരുന്നു. ഹലോ ചേച്ചി, ഇത് എവിടെയാ? എത്ര നേരായി? ചേച്ചി ഇങ്ങോട്ടേക്ക് വരണില്ലേ? അമ്മ ഇവിടെ കിടന്ന് ഒച്ച വെക്കുന്നുണ്ട്. അപ്പോ ദാ ചേച്ചി വന്നോണ്ടിരിക്കുക. ഇപ്പൊ എത്തും. എന്നിറങ്ങാൻ ഒത്തിരി വൈകി. അതാ മോൻ അമ്മയോട് പറഞ്ഞേക്ക്, ഒരു 10 മിനിറ്റോട് ചേച്ചി എത്തി. ദേവി, ഇന്ന് എന്താണോ പിന്നെ അമ്മയുടെ വക? വീടെത്തുന്നവരെ ആരവ് സാർ ഒന്നും മിണ്ടിയില്ല. എന്നാ ആ മുഖത്തൊരു സന്തോഷമുണ്ട്. ഇടയ്ക്ക് എന്നെ നോക്കി ചിരിക്കാനും മറന്നില്ല. സാറ് പൊക്കോ, നേരെ ഒരുപാടായില്ലേ. അതും പറഞ്ഞ് ഞാൻ കാറിൽ നിന്നിറങ്ങി. സാറ് പോയി കഴിഞ്ഞപ്പോ ഞാൻ വീട്ടിലേക്ക് നടന്നു. അമ്മേ, ദേ ചേച്ചി വന്നു. അതും പറഞ്ഞ് അപ്പു എന്റെ അടുത്തേക്ക് ഓടി വന്നു. ഞാൻ അപ്പൂനെയും കൂട്ടി അകത്തേക്ക് കാല് വെച്ചതും ഒരു ഒച്ച കേട്ടു. നോക്കിയപ്പോ അമ്മയായിരുന്നു. അപ്പു, അകത്തേക്ക് കേറിപ്പോ. എന്താ അമ്മേ? എന്തിനാ? എന്താ അമ്മേ? നിന്നോട് പോവാനാ പറഞ്ഞേ. പോടാകത്ത്. എവിടെയായിരുന്നു എന്റെ അസത്തെ ഈ നേരം വരെ? മണി 11 അവള് കറക്കി നടക്കുമായിരുന്നു. ആ തമ്പുരായിട്ട് പോയ വേഷത്തിലല്ലോ തിരിച്ചു വന്നേക്കുന്നേ. ഇതേതോ വാങ്ങി തന്നാടി. ആരെ നീ മയക്കി വെച്ചേക്കുന്നേ? അമ്മേ മതി, നിർത്ത്. അമ്മ പറയുന്ന അശ്ലീല വാക്കുകൾ എപ്പോഴും ഞാൻ കേട്ടു നിന്നും വരില്ല. അത് പറഞ്ഞതും അമ്മയുടെ കൈ എന്റെ മുഖത്തേക്ക് പതിഞ്ഞിരുന്നു. നിർത്തടി ആസത്തെ, നീ എന്നെ ഭീഷണിപ്പെടുത്തുന്നോ? കണ്ടടം നിറങ്ങി നടന്നതും പോരാ. മര്യാദക്കാണെങ്കിൽ ഇവിടെ കഴിയാം. നിന്റെ അഴിഞ്ഞാട്ടൊന്നും ഇവിടെ നടക്കില്ല. മര്യാദക്കാണെങ്കിൽ നിനക്ക് കൊള്ളാം. അതും പറഞ്ഞ് അമ്മ അകത്തേക്ക് പോയി. മഹിത, മഹി. ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോ ആരവ് സാറാണ്. എന്റെ ദേവി, സാർ പോയില്ലായിരുന്നു. ഇവിടെ നടന്നൊക്കെ കണ്ടു കാണൂ. സാറ് പോയില്ലായിരുന്നോ? അത് ഇതാ ഈ കവർ കാറിൽ വെച്ച് മറന്നു, അത് തരാൻ വന്നതാ. അതും പറഞ്ഞ് ആ കവർ എന്റെ നേരെ നീട്ടി. ഞാൻ അത് വാങ്ങി. എന്റെ ഡ്രസ്സായിരുന്നു അതില്. എന്നാ ശരി, സാറ് പൊക്കോ. നേരെ ഒത്തിരിയായി.
നാളെ ഞാൻ രാവിലെ അങ്ങോട്ടേക്ക് വന്നോളാം. എന്നാ ശരി, ഗുഡ് നൈറ്റ്. അതും പറഞ്ഞ് ആരവ് സാർ പോയി. ഞാൻ അകത്തേക്ക് കയറി. അമ്മയപ്പും അപ്പോഴേക്കും കിടന്നിരുന്നു. ഞാൻ വാതിലടച്ച് മുറിയിലേക്ക് കയറി. ഇവിടെ നടന്നൊക്കെ സാറ് കണ്ടു കാണുമോ? എന്തായാലും നാളെ അറിയാം. എന്റെ ദേവി കാക്കണേ. അതും പറഞ്ഞ് ഞാൻ ഉറങ്ങാൻ കിടന്നു. രാവിലെ എഴുന്നേറ്റത് കുറച്ച് വൈകിട്ടാണ്. വേഗം തന്നെ റെഡി ആയിട്ട് ഇറങ്ങി. മഹിമോളെ. പിന്നിൽ നിന്നുള്ള വിളി കേട്ട് നോക്കിയപ്പോ അമ്മയാണ്. അമ്മ എന്നെ മോളെന്ന് സ്നേഹത്തോടെ വിളിച്ചിട്ട് നാളുകളായി. അമ്മ മോളെ എന്ന് വിളിക്കുമ്പോ അതിന്റെ മുമ്പില് വേറെ പല പേരുകളും ഉണ്ടാവാറുണ്ട്. മോളെ, എന്തെങ്കിലും കഴിച്ചിട്ട് പോ, അമ്മ ഭക്ഷണം എടുത്തു വെക്കാം, മോള് വാ. ഇല്ല, ഇത് വേറെന്തോ മനസ്സിൽ കരുതിയിട്ടുണ്ട്, അല്ലാതെ എന്നോട് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല. മോള് വാ, കഴിക്കാം. വേണ്ടമ്മേ, ഇപ്പൊ തന്നെ വൈകി, എനിക്ക് പോവാൻ നേരായി. അതും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. മഹി, നീ ഈ കപട സ്നേഹത്തെ വീഴരുത്. അവരിപ്പോ നിന്നോട് സ്നേഹം കാണിക്കുന്നത് എന്തോ കാര്യമുണ്ട്. അവർക്ക് വേണ്ടി നീ ഇനിയും നിന്റെ ജീവിതം കളയരുത്. അതിൽ സത്യവുമില്ല. ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഒരു കാർ എന്റെ മുമ്പിൽ വന്നു നിന്നു. നോക്കിയപ്പോ ആരവ് സാറാണ്. മഹി വാ, ഞാൻ വീട്ടിലേക്കാ, നീ കയറിക്കൂ. കയറുന്നില്ല എന്ന് പറഞ്ഞ ചിലപ്പോ കടുവ ദേഷ്യപ്പെടും. അതുകൊണ്ട് ഒന്നും പറയാതെ ഞാൻ കാറിൽ കയറി. കടുവയോട് എന്തെങ്കിലും മിണ്ടാനുള്ള പേടി കാരണം ഞാൻ പുറത്തേക്ക് നോക്കിയിരുന്നു. പെട്ടെന്ന് തന്നെ ആരവ് സാർ വണ്ടി ഒതുക്കി നിർത്തി കാറിൽ നിന്നിറങ്ങി. അത് കണ്ട് ഒപ്പം ഞാനുറങ്ങി. ആരവ് സാർ, എന്താ ഇവിടെ വണ്ടി നിർത്തിയേ? എന്താ സാർ? മഹി, നീ ഈ സാർ വിളി ഒന്ന് ഒഴിവാക്കണം. അച്ചു വിളിക്കുന്നത് പോലെ മനുവേട്ട എന്ന് വിളിച്ചാ മതി. അത് പിന്നെ ഞാൻ എങ്ങനെയാ സാറിനെ? നീ കൂടുതലൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞ അങ്ങോട്ട് കേട്ടാ മതി. ഇനി ഈ സാർ വിളി കേട്ടലുണ്ടല്ലോ. ശരി സാർ. അല്ല മനുവേട്ട. പിന്നെ ഇന്നലെ എന്തിനാ നിന്നെ അമ്മ തല്ലിയേ? മനുവേട്ടന്റെ ചോദ്യം കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇന്നലെ എല്ലാം കണ്ടു എന്ന്. ഈ കടുവയോട് ഇപ്പൊ എന്താ പറയാ? അത് പിന്നെ മനുവേട്ട, ഒന്നുമില്ല, ഞാൻ ഇന്നലെ ലേറ്റ് ആയി ചെന്നതുകൊണ്ടാ അമ്മ തല്ലിയേ. ഇന്നലെ നിന്നെ അമ്മ പറഞ്ഞൊക്കെ ഞാൻ കേട്ടു. അത് ലേറ്റ് ആയതുകൊണ്ടാണോ? അത് പിന്നെ മനുവേട്ട, അമ്മ അങ്ങനെയാ, ആവശ്യമില്ലാതെ വഴക്ക് പറയും, അല്ലാതെ വേറൊന്നുമില്ല. പറഞ്ഞു തീർന്നതും ആ കൈ എന്റെ മുഖത്ത് പതിച്ചിരുന്നു. മഹിമോളെ, നീ ആരോട് കള്ളം പറഞ്ഞാലും എന്നോട് നീ കള്ളം പറയാൻ നോക്കണ്ട. നിന്നെ ആദ്യമായിട്ട് കണ്ടപ്പോ നിന്റെ മുഖത്തൊരു തെളിച്ചുണ്ടായിരുന്നു. എന്നാ ഇപ്പൊ നിന്റെ മുഖത്ത് അതില്ല. എനിക്ക് അപ്പോഴേ തോന്നിയതാ എന്തോ കുഴപ്പമുണ്ടെന്ന്. ഇന്നലെ നിന്റെ അമ്മയുടെ പെരുമാറ്റം കണ്ടപ്പോ അതെനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് പൊന്നുമോൾ വെറുതെ കള്ളം പറഞ്ഞ് എന്നെ വിശ്വസിപ്പിക്കാൻ നോക്കണ്ട. നല്ല കുട്ടിയായിട്ട് മര്യാദയ്ക്ക് പറഞ്ഞു. ഇനി എന്തു പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നടന്നതല്ല മനുവേട്ടനോട് പറഞ്ഞു. എനിക്ക് എന്റെ കണ്ണുകളെ നിയന്ത്രിക്കാനായിരുന്നില്ല. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ മനുവേട്ടൻ എന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. മഹി വാ, പോകാം. അതും പറഞ്ഞ് മനുവേട്ടൻ കാറിനടുത്തേക്ക് നടന്നു. ഒപ്പം ഞാനും. പിന്നീട് വീടെത്തുന്നവരെ ഞങ്ങൾക്കിടയിൽ മൗനം മാത്രമായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അമ്മയ്ക്ക് ഓരോ ദിവസം കൂടുന്തോറും സ്നേഹം കൂടിക്കൊണ്ടിരുന്നു. എന്നാ എനിക്കറിയാം അത് കൊല്ലാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന്. വസുന്ധരാമ ഇപ്പൊ പൂർണ്ണ ആരോഗ്യവതിയാണ്. ഒന്ന് ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ. എന്നെ കാണുമ്പോ മനുവേട്ടന്റെ മുഖത്ത് ഇപ്പൊ ഒരു ചിരിയൊക്കെ വിരിയാറുണ്ട്. ആ ദേഷ്യമൊക്കെ ഇല്ലാതായിരുന്നു. ചില നേരത്ത് എന്നെ തന്നെ നോക്കി നിൽക്കുന്നത് കാണാം. ഇന്ന് അച്ചു ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോവാ. അവളുടെ എക്സാം തുടങ്ങി. അച്ചു പോവാനുള്ള ഒരുക്കത്തിലാണ്. ഞാൻ അവളെ കാണാൻ മുറിയിലേക്ക് പോവാനൊരുങ്ങി. പെട്ടെന്ന് ആരും എന്നെ പിടിച്ചു വലിച്ച് മുറിയിലേക്ക് ഇട്ടു. ഞാനൊന്ന് പേടിച്ചു പോയി. നോക്കിയപ്പോ മനുവേട്ടനാണ്. റൂമിന്റെ വാതിലടച്ച് എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്താ എന്താ മനുവേട്ടാ? എന്തിനാ എന്നെ? ഞാൻ പേടിച്ചിട്ടാ ചോദിച്ചത്. മനുവേട്ടൻ എന്റെ നേർക്ക് നടന്നു വരുന്നത് കണ്ട് ഞാൻ പുറകിലേക്ക് നടന്നു. താൻ പേടിക്കണ്ട, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് കേട്ടിട്ട് നീ പൊക്കോ. മനുവേട്ടൻ അത് പറയുമ്പോ എന്റെ നേർക്ക് അടുത്തു വന്നോണ്ടിരുന്നു. ഭിത്തിയിൽ ചെന്ന് തട്ടിയപ്പോഴാ ഇനി പോവാൻ വഴിയില്ല എന്നെനിക്ക് മനസ്സിലായത്. അപ്പോഴേക്കും മനുവേട്ടൻ എനിക്ക് അഭിമുഖമായി ഇരുവശങ്ങളിലുമായി വന്നു നിന്നു. മനുവേട്ടൻ എന്നിലേക്ക് അടുക്കും തോറും
എൻ്റെ നെഞ്ചെടുപ്പ് കൂടി കൂടി വന്നു. എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്? ഞാൻ പറഞ്ഞു തീരും മുമ്പേ മനുവേടിന്റെ ചുണ്ടുകൾ എൻ്റെ ചുണ്ടുകളെ സ്വന്താക്കിയിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ മനുവേടനെ തള്ളി മാറ്റി പോവാനൊരുങ്ങി. മനുവേടൻ എൻ്റെ കൈകൾ കയറിപ്പിടിച്ചു. നീ എൻ്റെ പെണ്ണ, എൻ്റെ മാത്രം. അത് ഞാൻ നിന്നെ കണ്ട അന്ന് തീരുമാനിച്ചതാ. എനിക്ക് ഈ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നീയാ. നിനക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അതെൻ്റെ കൂടെ മാത്രമായിരിക്കും. ഇല്ല, അത് പറ്റില്ല എന്നൊക്കെ പറയാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അത് നീ അങ്ങ് മറന്നേക്ക്. നീ എനിക്കുള്ളതാ. അത്രയും പറഞ്ഞ് മനുവേട്ടൻ എൻ്റെ കയ്യിൽ പിടിവിട്ടു. ഞാൻ വേഗം തന്നെ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി. വീട്ടിലെത്തിയിട്ടും മനുവേടിനെ കുറിച്ചായിരുന്നു എൻ്റെ ചിന്ത. പക്ഷേ ഞാനെങ്ങനെ മനുവേടിനെ തിരിച്ച്? ഇല്ല, ആ അമ്മനെ മോളായിട്ടാ കാണുന്നേ. പാൽ തന്ന കൈക്ക് തന്നെ കൊത്തി എന്ന് പറയും. ഇല്ല, അത് വേണ്ട. അങ്ങനെയൊക്കെ മനസ്സിലുറപ്പിച്ചെങ്കിലും അപ്പോഴും മനുവേടിന്റെ മുഖം മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. ഇന്ന് പതിവിലും നേരത്തെ ഞാൻ ചെമ്പകശ്ശേരിയിലെത്തി. മനുവേടിന്റെ മുന്നിൽ ചെന്ന് പെടല്ലേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. നേരെ അമ്മയുടെ അടുത്തേക്ക് പോയി. അമ്മയ്ക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. അമ്മയുടെ ആരോഗ്യം നല്ല രീതിയിൽ മെച്ചപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. മനുവേടൻ ഇത് എവിടെ പോയി? ഈ നേരമായിട്ടും കണ്ടില്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ വരുമ്പോൾ അമ്മയുടെ മുറിയിൽ ഉണ്ടാവുന്നതാ. ഇനി ഹോസ്പിറ്റലിൽ പോയി കാണൂ. എന്തെങ്കിലും എമർജൻസി കാണും. വലിയ കാർഡിയോളജിസ്റ്റ് അല്ലേ. ഞാൻ ആരോട് നല്ലത് പറഞ്ഞിരുന്നു. പിന്നെ അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ തുടങ്ങി. എങ്കിലും മനസ്സിപ്പോഴും മനുവേട്ടൻ്റെ അടുത്താണ്. ഇന്നത്തെ ദിവസം ഞാൻ മനുവേട്ടനെ കണ്ടതേയില്ല. എനിക്കെന്തോ ഒരു വിഷമം പോലെയായിരുന്നു. ഒരു ദിവസം കാണാതിരുന്നപ്പോൾ മനസ്സിലെന്തോ ഭാരം കയറ്റി വെച്ചതുപോലെ തോന്നി. എന്നാൽ പിറ്റേ ദിവസം അതിനടുത്ത ദിവസങ്ങളിലൊന്നും തന്നെ ഞാൻ മനുവേട്ടനെ കണ്ടതേയില്ല. അതൊക്കെ അമ്മയോട് ചോദിക്കണം എന്ന് കരുതിയെങ്കിലും പിന്നെ വേണ്ടാന്ന് വെച്ചു. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയാലും മനസ്സ് മുഴുവൻ മനുവേട്ടനായിരുന്നു. എനിക്ക് മനുവേട്ടൻ എത്ര പ്രിയപ്പെട്ടതാണെന്ന് ഈ ദിവസങ്ങളിൽ ഞാൻ തിരിച്ചറിയുമായിരുന്നു. ഓരോ ദിവസവും ചെമ്പകശ്ശേരിയിലേക്ക് പോകുമ്പോൾ മനുവേട്ടൻ ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കും. എങ്കിലും നിരാശയായിരുന്നു ഫലം. ദുഷ്ടൻ ഒരു വാക്ക് പോലും പറയാതെ പോയി. ഇങ്ങോട്ടേക്ക് വരട്ടെ, എന്നെ ഇഷ്ടമാത്രേ. എന്നിട്ട് ഒന്ന് വിളിക്കുക പോലും ചെയ്തോ? വരട്ടെ. മഹി മോളെ, നീ എന്തെങ്കിലും പറഞ്ഞോ? ഏയ് ഇല്ലമ്മേ, ഞാനൊന്നും പറഞ്ഞില്ല. ഇല്ല, നീ എന്തോ പറഞ്ഞതുപോലെ തോന്നി. ഏയ് ഒന്നുമില്ല അമ്മേ, അമ്മ ഉറങ്ങിക്കോ. ഭാഗ്യം, അമ്മയൊന്നും കേട്ടില്ല. എന്തൊക്കെയോ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഉസ്മാനിക്കയെ കുറിച്ച് ഓർത്തത്. ഇക്കായെ കണ്ടിട്ട് വേണം എനിക്ക് വേണ്ടതൊക്കെ അറിയാൻ. എന്തായാലും നാളെ ഒന്ന് അവിടെ വരെ പോകണം. ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂട്ടത്തിൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.